എടാ നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ചേട്ടാ എന്താ ഫോൺ എടുക്കാത്തെ? രാമേ നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു. എന്താ ഫോൺ എടുക്കാത്തെ? രാമേ ഞാൻ അവരെ കുറേ തവണ വിളിച്ചു, അവർ ഫോൺ എടുക്കണ്ടേ, അതുകൊണ്ടാ. ചേട്ടാ എന്ത് കോപ്പെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ വിളിച്ചൊന്ന് ഫോൺ എടുക്കാലോ. നീ ഇവിടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിളിക്കുന്നത് പൈസ വെക്കാനായിരിക്കും. ഓർത്തല്ലേ ഫോൺ എടുക്കാത്തെ? നീ അല്ലേ അതെടുക്കല്ലേ? ഇങ്ങ ബാ. കൈവിടാൻ. അതെനിക്ക് അലമ്പുണ്ടാക്കാൻ അറിയില്ലാത്തോണ്ടല്ലോ, മനസ്സിലായോ? നിങ്ങൾ ഒറ്റ ആള് കാരണം ഞാൻ വർക്ക് എടുത്തേ. അതിന്റെ പൈസ എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഏയ് അങ്ങോട്ട് പോലെ മോനെ. മോനെ നീ ഞാൻ പറഞ്ഞിട്ട് പോയ വർക്കല്ലേ, നീ ക്യാഷിൻ്റെ കാര്യത്തിൽ അപ്പം ടെൻഷൻ അടിക്കണ്ട. അത് ഞാൻ ഇന്നോ നാളെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം, പോരെ? ചേട്ടാ കൈവിടരുത്. നീ പോ, ചെല്ലേ, ഞാൻ തരാം. മോളെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ അമ്മായിയപ്പൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണോ? വന്നോ? തിരിച്ചു വന്നോ? വന്നില്ലേ? ഇല്ല. എന്ത് പറയാനാ മോളെ, മോൾക്ക് ഒരു കുഴപ്പമുണ്ടാവാത്ത രീതിയിൽ അവിടെ ഇരിക്കണമെങ്കിൽ അയാളുടെ അവിടുന്ന് മാറി താമസിക്കണം. സഹിക്കാൻ പറ്റുന്നില്ല മോളെ. ഞാൻ എൻ്റെ മോളെയൊക്കെ വിളിച്ചു പറഞ്ഞു. മോൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാന്ന്. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ സഹിക്കുന്നത്? എല്ലാം അടക്കി പിടിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. നീയും സൂക്ഷിക്കണം. ഈ ലോകത്ത് അയാളെ എവിടെ നോക്കി പോണം? നീ ഇപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. എന്ത് പറ്റി? നിന്റെ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങളാടാ നീ നിന്റെ അമ്മയും കൂടെ എന്റെ അടുത്ത് മറച്ചു വെച്ചേ? ഒന്നുമില്ല. അറിഞ്ഞു. കഴിഞ്ഞ ആഴ്ച പോലീസ് സ്റ്റേഷൻ നടന്ന എല്ലാം അറിഞ്ഞു. പുഷ്പമ്മ ചേച്ചി എല്ലാം പറഞ്ഞു. വന്ദന നീ പറയുന്നേക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് നീ എന്റെ അടുത്ത് മറച്ചു വെക്കാൻ കാണിച്ച മിടുക്കൊണ്ടല്ലോ റാം. സമ്മതിച്ചിരിക്കുന്നു. നാട്ടുകാരിപ്പോ എന്താ പറയണെന്ന് എനിക്കറിയോ? മോന്റെ ഭാര്യയും കൂടെ അങ്ങനെ വച്ചേക്കാണെന്ന്. അതുകൊണ്ടാ മോ പ്രതികരിക്കാത്തെന്ന്. വന്ദന നാട്ടുകാര് പറയുന്നിട്ട് വന്ന കാലം തൊട്ട് അങ്ങനെ കണ്ണെടുത്ത കണ്ടുകൂടാ. എനിക്കിവിടെ നിൽക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പൊ നാട്ടുകാരുടെ ചീത്ത പേരും അങ്ങരുടെ ഈ പെണ്ണ് പഠിക്കേണ്ട ആട്ടം തുപ്പും. ഇതൊന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് I have taken the decision. അദ്ദേഹം എന്റെ അച്ഛനാണ്. അച്ഛനെ കുറിച്ച് സംസാരിക്കാൻ മര്യാദയ്ക്ക് വേണം സംസാരിക്കാൻ, കേട്ടോ? എന്താണ് പറയുന്നത്? എന്താ ഇത് കൂടെ കേട്ടോ? നമ്മളിവിടെ 3 ദിവസം മുമ്പ് ഉണ്ടായിരുന്നല്ലോ. അന്ന് ഈ ഡോറിന്റെ ഫ്രണ്ടില് നിന്റെ അച്ഛൻ സ്ഥിരമായി യൂസ് ചെയ്ത ടവൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് മനസ്സിലായില്ലല്ലേ? ഇവിടെ നമ്മൾ സെക്സ് ചെയ്തപ്പോ നിന്റെ അച്ഛൻ ഈ ഡോറിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. എന്തിനാ അത് ആർക്കറിയാം? ചുമ്മാതാടാ മക്കളെ റാമേ. ഇങ്ങോട്ട് നോക്ക്. എടാ എല്ലാരും പറയുന്നത് അല്ല മോനെ, അല്ല. നിന്റെ അച്ഛൻ കള്ളത്തരം പറയുന്നതാ. ഇങ്ങോട്ട് നോക്ക്. അല്ല, അങ്ങനൊന്നും അല്ലടാ. നിന്റെ അച്ഛൻ ബൈജുവിനെ പോയി കണ്ടേ മതിയാവുള്ളൂ. നീ ചുമ്മാതെ പറയുകയാണെന്ന്. അല്ല, വെറുതെ പറയുന്ന അല്ലല്ല. നീ ഇപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. നീ നിന്റെ അമ്മയും കൂടെ എന്റെ അടുത്ത് എന്തൊക്കെയാണ് മറച്ചു വെച്ചേ? രാമേ നീ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് പോയ വർക്കല്ലേ, ഞാൻ പൈസ വാങ്ങിച്ചു തരാം. നമുക്ക് വേണ്ടത് ഒരു നല്ല ആർട്ടിസ്റ്റാണ്. ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് നിങ്ങൾ ഒപ്പിക്കുമെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ പോയി കാണും. നിങ്ങൾ പോയി കാണും. നിങ്ങൾ പോയി കാണും. നിങ്ങൾ പോയി കാണും.
എന്താ? ഏയ് ഏയ്, ഇതിനകത്ത് അനുവാദം കൂടാതെ കയറാൻ പാടില്ല. ഡോക്ടറെ പെർമിഷൻ വേണം. നിങ്ങളൊന്ന് പുറത്തു പോയേ. നീ ഇതെവിടായിരുന്നടാ? ഒരു ഉടുപ്പ് പോലും മാറ്റിയിടാനില്ല. കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ ബെഡ്റൂമിൻ്റെ വെളിയിൽ അച്ഛനുണ്ടായിരുന്നു. എടോ, തന്നോടാണോ ചോദിക്കുന്നത്? ഞാനൊരു പെണ്ണി കിടന്നപ്പോ താനും ഉണ്ടായിരുന്നു. താനൊക്കെ എന്ത് മനുഷ്യനാണോ? എൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛനാന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് മാത്രം ഞാനും അവളും നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും എല്ലാ തോന്നിവാസത്തിനും കൂടെ വന്നില്ലേ? പക്ഷെ എൻ്റെ കിടപ്പുറയിൽ കയറി വന്ന് ഓളിക്ക് നോക്കിയിട്ട് മറക്കാൻ ദൈവത്തെ ഓർത്ത് എന്നോട് ആവശ്യപ്പെട്ടു. നിങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ? പ്ലീസ്. എല്ലാ ചെലവും ഞാൻ തീർക്കും. ഇവിടുന്ന് ഞാൻ ഞങ്ങളെ ഇറക്കും. പക്ഷെ ഇനി ആ വീട്ടിൽ ഞാനോ എൻ്റെ ഭാര്യയോ ഉണ്ടാവില്ല. ഇനി ഞാൻ ഞങ്ങളെ അച്ഛനൊന്ന് വിളിക്കൂല. അത്രയ്ക്ക് അർപ്പം എനിക്ക് നിങ്ങളോട്. എന്നെ മാപ്പ്. എന്നാടാ മോക്ക് 1 2 അവൻ ചോദിച്ചാലും കൊടുക്കല്ലും. നീ നിന്റെ സ്വന്തം മോന്റെ കിടപ്പുറ പോയി വിളിഞ്ഞു നോക്കുമല്ലേടാ? നീ എവിടെ പോയാലും പെണ്ണുങ്ങളെ നീ കയറി വിളിക്കുമല്ലേ? നീ നേരെയാവുമെന്ന് ഞാൻ നോക്കട്ടെ. നീ എന്താടാ പെണ്ണുങ്ങളെ ബഹുമാനിക്കാതെ? നീ എന്താടാ വിചാരിച്ചത്? ഇതിനാണോ നിന്നെ ഞാൻ വളർത്തുന്നത്? എടാ, എവിടെ പോയാലും നീ പെണ്ണുങ്ങൾക്ക് ശല്യമാണ്. നീ നന്നാവുമെന്ന് ഞാൻ നോക്കട്ടെ. നീ അടിച്ചു നേരെയാക്കുവാൻ പറ്റില്ല. നീ ഇത്ര വളർത്തിട്ട് നീ എന്തിനാ വേണ്ടതോ? നീ മേടിച്ചിട്ട് അവളെ പെണ്ണുങ്ങളെ കൈ വെച്ചിട്ട് 500 രൂപയ്ക്ക് എന്തോരെ ചെയ്യൂല. എന്റെ അമ്മയാണ് സത്യം. ഇല്ല ഇല്ലമ്മ, അമ്മ അമ്മ അടിക്കണേ. നെഞ്ചുവേനൊന്നുമില്ലല്ലോ അച്ഛാ? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ വേണ്ടേ? എന്താ തോന്നണേ? ഓക്കെ ആണോ? നെഞ്ചരിച്ചിലുണ്ടോ? നെഞ്ചരിച്ചിലുണ്ടോ? അച്ഛാ കുഴപ്പമില്ലല്ലോ?